നമ്മൾ ഈ ചെവി മുളച്ച കാലം മുതൽ കേൾക്കാൻ തുടങ്ങിയാണല്ലോ സുന്നത്തിന് ഫർളിന്റെ കൂലി. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? സുന്നത്തിന് ഫർളിന്റെ കൂലി എന്താണ് പറയുന്നതിന് താല്പര്യം? ഒരാള് സുബീക്കുമ്പോൾ എണീറ്റ് 4 എന്നിട്ട് 12 വരെ നിസ്കരിച്ച് 2000 റക്അത്ത്. അയാളാണെങ്കിൽ ഇന്നത്തെ സുബി നിസ്കരിച്ചിട്ടില്ല എങ്കിൽ ഈ സുബീന്റെ പകുതി 2 റക്അത്ത് പകരാവോ? 2000 റക്അത്ത് ആവും? ഇല്ല. അപ്പൊ മനസ്സിലായില്ലേ ഫർളിന്റെ കൂലി എന്താണ്? സിയാറത്തിനെ കുറിച്ച് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് എഴുതിയ ഒരു കിതാബിൽ വായിച്ചു കൊടുക്കുന്നുണ്ട്. ചില ആൾക്കാർ കുറെ സുന്നത്ത് ഇതൊരു ഫർളുണ്ടാവും. മഹാനവറുകൾ അവിടെ പറയുന്നതാണ് 1000കണക്കിന് സുന്നത്ത് ചെയ്താലും ഒരു ഫർളിന്റെ കൂലി കിട്ടൂല. ആ ഫർളിന്റെ കൂലിയല്ലേ. ഇപ്പൊ നാളെ വ്യാഴാഴ്ച, വ്യാഴം എന്ന അർത്ഥത്തിൽ നഖം വെട്ടൽ സുന്നത്താവണം അല്ലെ? നമ്മുടെ നഖം വളർന്നെങ്കിൽ അത് റമദാനിൽ ചെയ്താൽ ഒരു ഫർളിന്റെ കൂലി. ഇപ്പൊ നിങ്ങൾ മജ്‌ലിസ് കഴിഞ്ഞിട്ട് അടുത്ത് കാലം വെച്ചിട്ട് പള്ളിയിൽ ഇറങ്ങിയാൽ ഫർളിന്റെ കൂലി. ഈ ഫർളിന്റെ കൂലി എന്ന് പറയുമ്പോൾ ഈ കൂലിയുടെ വില മനസ്സിലാണെങ്കിൽ ആഖിറത്തിലെത്തണം. ഭൂമി മുഴുവനും നിനക്ക് തരാണോ നിന്റെ ഒരു സുന്നത്തിന്റെ ഫർളിന്റെ കൂലി തരുമെന്ന് വെച്ചാൽ ആരും കൊടുക്കൂല, ഒരാൾ കൊടുക്കൂല. ചിലപ്പോൾ 49 നന്മ 51 തിന്മന്റെ ഫലത്തിൽ ഇയാൾ തോറ്റുപോയിരിക്കുമ്പോഴായിരിക്കും ഒരു സുബ്ഹാനല്ലാഹ് ഖദർ വന്നിട്ടാണ് അയാളെ രക്ഷപ്പെടുത്തുന്നത്. അതുകൊണ്ട് ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ, ഒരു നന്മനെ നമ്മൾ ചെറുതായി കാണാതെ റമദാനിന്റെ ഓരോ സമയം മുതലാക്കും.